ഫോട്ടോഗ്രാഫിയുടെ ഒരു രസമുള്ള കാര്യമുണ്ട്. ഫോട്ടോഗ്രാഫി എന്തിനാണ് പഠിക്കണമെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ലെഫ്റ്റ് ബ്രെയിൻ്റെയും റൈറ്റ് ബ്രെയിൻ്റെയും ആക്ടിവിറ്റീസിനെ ഉഷാറാക്കും. ഹായ്, ഇവരുടെ കുറേ കാലമായുള്ള ആവശ്യമാണ് ഫോട്ടോഗ്രാഫി പഠിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ അത് ഞങ്ങൾ തുടങ്ങുകയാണ്. അതായത് ഫോട്ടോഗ്രാഫിയുടെ ഒരു കാര്യം അറിയാത്തവർക്ക് പോലും സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഫോട്ടോഗ്രാഫിയുടെ എല്ലാ കാര്യങ്ങളും പറയാനുള്ള ഒരു സീരീസാണത്. നിങ്ങൾക്കറിയാമല്ലോ, ട്രാവലറിൽ 3 സെഗ്മെൻറ്റാണുള്ളത്: ട്രാവൽ, ട്രാഫിക്, ടെക്. ഇതിൽ ടെക്കിലെ കാര്യങ്ങളാണ് ഇതിൻ്റെ. ടെക്കിലാണ് നമ്മൾ ഫോട്ടോഗ്രാഫി ഒരു സീരീസ് ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങിയാലോ. ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ എന്താ വാക്കിൻ്റെ അർത്ഥം എന്ന് അറിയാം? എനിക്കറിയാം. ഫോട്ടോ എന്ന് പറഞ്ഞാൽ എന്താ? ലൈറ്റ്. ഗ്രഫി എന്ന് പറഞ്ഞാൽ അതിനെ പിടിക്കുക, പകർത്തുക എന്നൊക്കെയാണ്. ലൈറ്റിനെ പകർത്തുന്നതാണ് ഫോട്ടോഗ്രാഫി. ഈ ലൈറ്റ് ലെൻസിലൂടെ അങ്ങനെ വന്നിട്ട് ഇതേ ഈ സെൻസർ ഉണ്ടല്ലോ, ഇതാണ് സെൻസർ. നോക്കിക്കോ, ആ സെൻസറിൽ പതിയും, അത് പിന്നെ പാടാവും. അതാണ് ഫോട്ടോഗ്രാഫി. പിന്നെ ഫോട്ടോഗ്രാഫിയുടെ ഒരു രസമുള്ള കാര്യമുണ്ട്. ഫോട്ടോഗ്രാഫി എന്തിനാണ് പഠിക്കണമെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ലെഫ്റ്റ് ബ്രെയിൻ്റെയും റൈറ്റ് ബ്രെയിൻ്റെയും ആക്ടിവിറ്റീസിനെ ഉഷാറാക്കും. എങ്ങനെയെന്നറിയോ? നമ്മളൊരു എൻജിനീയറാണെന്ന് കരുതുക. എൻജിനീയറിങ് എന്ന് പറഞ്ഞാൽ മാത്സ് ഉപയോഗിക്കും. ഇപ്പോൾ ഒരു വീടുണ്ടാക്കുകയാണ്. വീടുണ്ടാക്കുമ്പോൾ വീടിൻ്റെ കണക്ക് കൂട്ടൽ, ആ റൂമിന് ഇത്ര വേണം, മുകളിൽ ഇത്ര വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതാണ് എൻജിനീയർ ചെയ്യുക. അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള സാധനം. ആ ടെക്നിക്കൽ സാധനം അനലൈസ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ബ്രെയിനിൻ്റെ ഇടത്തെ പാർട്ടാണ്. ഇടത്തെ ഹെമിസ്ഫിയർ എന്ന് പറയും. സെറ്റായോ? ഇനി നമ്മുടെ ബ്രെയിനിൻ്റെ റൈറ്റ് ഹെമിസ്ഫിയർ ഉണ്ട്. അതെന്താ അനലൈസ് ചെയ്യുന്നത് വെച്ചാൽ അത് ആർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്ക് ചിത്രം വരയ്ക്കുക, പെയിൻറ്റ് ചെയ്യുക, ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ക്ലേ മോഡലിംഗ് ചെയ്യുക, അത് തന്നെ. അപ്പോൾ ഫോട്ടോഗ്രാഫി പഠിക്കുമ്പോൾ നമ്മൾ 2 ഹെമിസ്ഫിയറും ഒരേപോലെ ഉപയോഗിക്കണം. അതെന്താ കാര്യം എന്നറിയോ? ലെഫ്റ്റ് ബ്രെയിൻ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ഇതിൽ ഷട്ടർ സ്പീഡ്, അപ്പേർച്ചർ, ഫോക്കൽ ലെങ്ത്ത്, ഫോക്കസിങ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ അനലൈസ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് ഹെമിസ്ഫിയറിൻ്റെ സഹായം വേണം. പക്ഷേ അതുകൊണ്ട് മാത്രം ഫോട്ടോ എടുക്കാൻ പറ്റില്ല. നമ്മൾ നല്ല രസമുള്ളൊരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നല്ല ആംഗിൾ വേണ്ടേ? നല്ല ആംഗിൾ വേണം. നമുക്കത് ബ്യൂട്ടിഫുൾ ആണെന്ന് കണ്ടാൽ മനസ്സിലാവണം. അപ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്യണ പോലെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റണം. അതിന് റൈറ്റ് ഹെമിസ്ഫിയറാണ് ഉപയോഗിക്കുക. അപ്പോൾ ഫോട്ടോഗ്രാഫി പഠിക്കുമ്പോൾ നമ്മൾ 2 ഹെമിസ്ഫിയറും ഒരേപോലെ ഉപയോഗിക്കണം. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഫോട്ടോഗ്രാഫി പഠിച്ചാൽ ഗുണമുണ്ടാവും എന്ന് പറയണത്. ഇനി നമുക്ക് ഒരു ക്യാമറയുടെ എന്തൊക്കെ പാർട്ടുകളുണ്ട് നോക്കാം. പഴയ ക്യാമറയാണിത്. ഇതാണ് ക്യാമറയുടെ ബോഡി എന്ന് പറയുന്നത്. ഇതിൽ മിററാണ് കാണുന്നത്. ഇത് കണ്ടോ? ലൈറ്റ് ലെൻസിലൂടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ തട്ടും, എന്നിട്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വ്യൂ ഫൈൻഡറില്ലേ അതിലൂടെ കാണാൻ പറ്റും. ഇതാണ് SLR എന്ന് പറയുന്നത്. SLRൻ്റെ ബോഡിയാണത്. ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ, ലെൻസ്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. ലെൻസ്, പിന്നെ ബോഡി. ഇത് അഴിക്കണത് എങ്ങനെയാണെന്ന് അറിയാം? ഇങ്ങനെ വയ്ക്കുക. ഇവിടെ ഒരു അൺലോക്ക് ബട്ടൺ ഉണ്ട്, കണ്ടോ? അത് പ്രസ് ചെയ്യുക, എന്നിട്ട് അഴിക്കുക. അത് ഓരോ കമ്പനിക്ക് ഓരോ വ്യത്യസ്ത സ്ഥലത്താവും കേട്ടോ. ഇതൂടെ പ്രസ് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ അഴിക്കുക. ഇപ്പം ഞങ്ങൾ ബേസിക്സ് വെച്ച് തുടങ്ങുകയാണ്. ഇതാണ് ഫോട്ടോഗ്രാഫിയുടെ ഒരു കുഞ്ഞു വിവരണം. എന്തുകൊണ്ട് പഠിക്കണം, എന്താണ് ഫോട്ടോഗ്രാഫി എന്നുള്ളത്.